ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില പാറ്റേണുകൾ അത് തുടർച്ചയായി ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം എന്ത് തരത്തിലുള്ള ഒരു വിഷമമാണ് ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് പാറ്റേൺ ആണ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കാർഡ്. രണ്ടാമതായിട്ട് ഇത് ഉണ്ടാവാനുള്ളൊരു കാരണം എന്താണെന്ന് നോക്കാം നമുക്ക്. അടുത്തതായിട്ട് ഇത് മാറ്റാൻ, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് പാറ്റേൺ ആണ് നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. വേൾഡ് കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്ത് പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരു സൈക്കിളാണ്, കണ്ടില്ലേ? ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണത്. നിങ്ങളുടെ ജീവിതത്തിൽ പല വട്ടം പല പാറ്റേണുകളും തുടങ്ങി ഒരു റൗണ്ട് എത്തി അവസാനിച്ചിട്ടുണ്ട്. അടുത്തത് വീണ്ടും തുടങ്ങി ഇങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. മിക്കവാറും നിങ്ങൾ ജീവിതത്തിൽ വളരെ ഉയർച്ചയിലൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ടാകും. അവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു താഴ്ചയിലേക്ക്, പുതിയൊരു ബിഗിനിങ്ങിലേക്ക് എപ്പോഴും പോകേണ്ടി വന്നിട്ടുണ്ടാവും. ഒരു 100% എത്തുന്നതിനും ഒരു 98% ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ റൂട്ട് മാറേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ പല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ മിക്കവാറും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ളവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അങ്ങനെയുള്ളൊരു തുടക്കം ഒരു വളരെ വിഷമകരമായ ഒരു ഘട്ടം തന്നെയാണത്. അങ്ങനെ ഉള്ളവർ ജീവിതത്തിൽ ഓരോ സൈക്കിൾ കഴിയും തോറും നമ്മളറിയാതെ നമ്മളിൽ ഒരുപാട് ഇൻറ്റേർണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. നമ്മുടെ സോൾ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതായത് പെയിൻഫുൾ എൻഡിങ്സ്, ജീവിതത്തിൽ ഒരു പൂർത്തിയാക്കാത്ത, നമുക്കൊരു ക്ലോഷർ കിട്ടാത്ത എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ അവസാനിച്ചു എന്ന് പിടി കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടതായിരിക്കും, നല്ല ശമ്പളം കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ജോലി ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാവുകയാണ് ഈ കക്ഷി നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ല. ഒരു പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പെയിനെ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യണം. ആ മുറിവ് ഉണങ്ങാത്തിടത്തോളം കാലം ഈ ഒരു പാറ്റേൺ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കർമ്മ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊരു പാഠമായി തന്നിട്ടുള്ളതാണ്. അതിന് ആരോട് വെറുപ്പ്, വിരോധം, വിദ്വേഷം വെക്കരുത്. അത് ക്ഷമിച്ച് കളയുക. ക്ഷമിച്ച് കളയുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒന്നും നല്ലതോ ദോഷമോ ഒന്നും വല്ല, പക്ഷേ ക്ഷമിക്കും തോറും നമ്മുടെ മനസ്സിന് ഒരു റിലീഫ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതായിട്ട് 3 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിൽ 3 ഓഫ് വാൻഡ്സിൽ വന്നത് നമ്മൾ വ്യക്തമായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു പ്ലാൻ വേണം. നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. എന്തിൻ്റെ ഒരു കുറവുണ്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുറവ് എവിടെയാണ്, ഏത് ആസ്പെക്റ്റിലാണ് കണ്ടുപിടിക്കണം. റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെ, അത് നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. അത് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മവിശ്വാസക്കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നല്ലതായിട്ടാണ് നിങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. കഴിയുന്നത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും.